ഹായ് എവരി വൺ വെൽക്കം ടു ആസ്പായർ ഡിഫൻസ്. ആസ്പായർ ഡിഫൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് NEET UG 2026 റിസൾട്ട്സ് ഔട്ട്. ഓക്കെ. സെക്കൻഡ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2026 നോട്ടിഫിക്കേഷൻ ഔട്ട്. ഓക്കെ. സോ ഈ രണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. സോ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ, എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് MNS എന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. സോ join colleges of nursing under AFMS Armed Forces Medical Services for the BSc Nursing course 2026. ഓക്കെ. സോ ആദ്യം തന്നെ എന്താണ് MNS? നിങ്ങൾ MNSനെ കുറിച്ച് ആദ്യമായി കേൾക്കുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. MNS എന്ന് പറയുന്നത് നഴ്സിംഗ് പ്ലസ് ഡിഫൻസ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. നിങ്ങൾക്ക് നഴ്സിംഗ് പ്ലസ് ഡിഫൻസ് ഈ രണ്ട് കരിയറും കൂടി കോംബോ ഓഫറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ് MNSലൂടെ, മിലിറ്ററി നഴ്സിംഗ് സർവീസിലൂടെ. ഓക്കെ. സോ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എൻട്രിയാണ്. ഓക്കെ. പെൺകുട്ടികൾക്ക് മാത്രമാണ് MNS മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് സൗജന്യമായിട്ട് BSc നഴ്സിംഗ് 4 വർഷത്തെ സൗജന്യമായിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ, ഓക്കെ, അത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജസിലാണ് പഠിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം, ഓക്കെ, പഠനം മാത്രമല്ല, അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് ജോലി നേടാനും സാധിക്കും. ഓക്കെ. അതിനുശേഷം വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, അങ്ങനെ മേജർ ജനറൽ റാങ്ക് വരെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കും. സോ ഇത്തിരി വലിയൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കരിയറാണ് MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ്. പല ആൾക്കാർക്കും BSc നഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടാകും, ചിലപ്പം ഡിഫൻസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. സോ ഈ രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഓക്കെ. വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനിലെ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഞാൻ പറഞ്ഞു നേരത്തെ പെൺകുട്ടികൾക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തിന്റെ ബേസിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ്, ക്വാളിഫൈഡ് ദ NEET UG 2026 കണ്ടക്ടഡ് ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. NTA കണ്ടക്ട് ചെയ്ത ഇത്തവണത്തെ NEET UG 2026ന്റെ എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫോർ ദ അഡ്മിഷൻ ടു 4-year BSc നഴ്സിംഗ് course commencing in the year 2026 at College of Nursing under Armed Forces Medical Services. Okay. So Armed Forces Medical Services അണ്ടറിൽ വരുന്ന കോളേജസിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള BSc നഴ്സിംഗ് 4-year BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ, ഓക്കെ, കാൻഡിഡേറ്റ്സ് വിൽ ബി സെലക്ടഡ് ഫോർ അഡ്മിഷൻ അറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ബേസ്ഡ് ഓൺ ദ ഫൈനൽ മെറിറ്റ് കം ചോയ്സ് പ്രിപ്പയർഡ് ബൈ ദ NEET UG 2026 സ്കോർ. ഓക്കെ. ഫസ്റ്റ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് NEET UG 2026 സ്കോറിന്റെ ബേസിലാണ്. അതിനുശേഷമാണ് ഇതിലെ മെയിൻ പ്രൊസീജിയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയുള്ള പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് MNSന്റെ CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ്. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, ദെൻ ഇന്റർവ്യൂ. ഓക്കെ. സോ ഒരു പ്രോസസ് നടക്കുന്നത് ഡൽഹി കണ്ടോൺമെന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ. സോ ഈ MNSന്റെ CBT എക്സാം, അതുപോലെ തന്നെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്, സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഓക്കെ. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് സെന്റൻസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഉറപ്പിക്കുകയാണ്, പെൺകുട്ടികൾക്കുള്ള എൻട്രിയാണ് ഈ എൻട്രി. BSc നഴ്സിംഗ് ആംഡ് ഫോഴ്സസ് MS, ഓക്കെ, AFMSന്റെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിന് അണ്ടറിൽ വരുന്ന കോളേജസിലേക്കുള്ള ഫ്രീ BSc നഴ്സിംഗ് സർവീസിലേക്കുള്ള എൻട്രിയാണ്. എങ്ങനെയാണ് ഷോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് NEET UG 2026 സ്കോറിന്റെ ബേസിലാണ്. സ്കോർ ഡിസൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ്. ആൻഡ് സെക്കൻഡ് പ്രൊസീജിയർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ, MNS CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, ദെൻ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. ഓക്കെ. സോ ഇത്രയാണ് ഫസ്റ്റ്. ഓക്കെ. സോ ആസ്പായർ ഡിഫൻസിന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് കോച്ചിങ് പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് MNS CBT മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇതാണ് നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ. MNS CBT സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. സോ നിങ്ങളുടെ നീറ്റ് സ്കോർ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പേഴ്സണലൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ പുതിയ MNS സൂപ്പർ 50 ബാച്ചിലേക്ക്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പുതിയ MNS സൂപ്പർ 50 ബാച്ചിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നീറ്റ് സ്കോർ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫസ്റ്റ്, ക്വാളിഫൈഡ് NEET UG കണ്ടക്ടഡ് ബൈ ദ NTA. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ. സോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ടൽ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ പോർട്ടലാണ് joinindianarmy.nic.in, www.joinindianarmy.nic.in. ഓക്കെ. ഈ ഒരു പോർട്ടലിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ.
സോ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നീറ്റ് യു ജി റിസൾട്ട്സ് വന്നതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പോർട്ടലിൽ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ ഈ പോർട്ടൽ ഓപ്പൺ ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേഷൻ ഉണ്ടാകും, അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇന്ത്യൻ ആർമിയാണ്, നോഡൽ ഏജൻസി. സോ ഇന്ത്യൻ ആർമിയുടെ പ്രൊഫൈൽ ത്രൂ ആണ്, ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് www.joinindianarmy.nic.in. സോ ഏത് നിമിഷവും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാൻ സാധിക്കും. സോ പെട്ടെന്ന് തന്നെ റെഗുലറായിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. Okay, so appear for the screening process at Base Hospital, Delhi Cantonment on the given date if shortlisted to attend the same. Okay, so നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് തരും. സോ ഈ പ്രോസസ് നടക്കുന്നത് ബേസ് ഹോസ്പിറ്റൽ ഡൽഹി കണ്ടോൺമെന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോൺ ബിറ്റ്വീൻ 1st October 2001 ആൻഡ് 30th September 2009. ഓക്കെ, അതായത് 1st October 2001 അതുപോലെ തന്നെ 30 September 2009 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നോക്കുക, 1st October 2001 ആൻഡ് 30th September 2009. Okay, so in educational qualification, candidates must have passed in first attempt. Okay, നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായിരിക്കണം. മാത്രമല്ല സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ 10+2 ഓർ ഇക്വലന്റ്. ഓക്കെ, 12th ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് സയൻസ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ നിർബന്ധമായിട്ടും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ ബോട്ടണി ആൻഡ് സുവോളജി ഇൻക്ലൂഡ് ആയിരിക്കണം. ആൻഡ് ഇംഗ്ലീഷിൽ മിനിമം 50% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കണ്ടീഷൻ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 10+2 ക്ലിയർ ചെയ്തിരിക്കണം. മാത്രമല്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം. ആൻഡ് ഇംഗ്ലീഷിൽ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. എങ്കിലും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. നിങ്ങൾ ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ കാൻഡിഡേറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 152 centimeters ആണ് മിനിമം ഹൈറ്റ് റിക്വയർമെന്റ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം 152 centimeters ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇപ്പം നോർത്ത് ഈസ്റ്റിൽ വരുന്ന സ്റ്റേറ്റ്സിൽ വരുന്ന കുട്ടികൾക്ക് കുറച്ച് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പിന്നെ 18 വയസ്സിന് താഴെയാണ് കുട്ടികളെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 centimeters റിലാക്സേഷൻ കിട്ടും. ഓക്കെ, നിങ്ങൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു 2 centimeter റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 152 centimeters ആണ്. വെയിറ്റ് ഹൈറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം BMI ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റ് ഹൈറ്റിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഇതൊരു ഡിഫൻസ് എക്സാമാണ്. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പ്രോസസ് SC/ST സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പീറ്റന്റ് അതോറിറ്റി ഫ്രം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഓക്കെ, നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ തഹസിൽദാർ ലെവലിലുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. ഓക്കെ, വില്ലേജ് ഓഫീസറിലല്ല വേണ്ടത്, തഹസിൽദാർ ലെവലിലാണ്, താലൂക്ക് ഓഫീസിൻ്റെ ലെവലിൽ വരുന്ന, അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലെവലിൽ വരുന്ന കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കേണ്ടത്. ആൻഡ് NCC സ്റ്റുഡൻസ്, ഇനി NCC അതായത് C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിൻ്റെ കേസാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് NCC ആർ റിക്വയർഡ് ടു അപ്ലോഡ് ദർ NCC സർട്ടിഫിക്കറ്റ്. നിങ്ങളൊരു NCC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. നിങ്ങൾക്കൊരു വെയിറ്റേജ് അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് ലിസ്റ്റിംഗ് നേരത്തെ പറഞ്ഞു, നീറ്റ് സ്കോറിൻ്റെ ബേസിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് indianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നീറ്റിൻ്റെ സ്കോറിൻ്റെ നീറ്റിൻ്റെ റോൾ നമ്പർ ഒക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, നീറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് ഇനി ഇന്ത്യൻ ആർമി നിങ്ങളെ MNSൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രൊസീജിയറായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഓക്കെ, അതായത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വൺസ് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിങ് പ്രോസസ്സിനുള്ള ഡേറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പ്ലാൻ ചെയ്യാൻ നിങ്ങളുടെ ജേർണി കാര്യങ്ങൾക്ക്, കാരണം ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ഓൾ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഒറിജിനൽസ് ഓഫ് ഓൾ ഡോക്യുമെന്റ്സ് ലിസ്റ്റഡ് ഇൻ ദ അഡ്മിറ്റ് കാർഡ് അറ്റ് ദ ടൈം ഓഫ് സ്ക്രീനിങ് പ്രോസസ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് സ്ക്രീനിങ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ അഡ്മിറ്റ് കാർഡ്സും അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാം എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് അതായത് എന്ന് പറയുന്നത് MNS CBT എക്സാം, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ഈ ഒരു സ്കോറിൻ്റെ ബേസിലാണ് ഇനി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ.
സോ നന്നായിട്ട് നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്താലും മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം CBT കേസിൽ നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, ഒരുപാട് സിലബസ് ഉണ്ട്. കാരണം ഇത്രയും സമയം നിങ്ങൾ പഠിച്ച കാര്യങ്ങളല്ല. ഇപ്പം നിങ്ങളിപ്പം നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി പുതിയ സബ്ജക്ട്സാണ് വരാൻ പോകുന്നത്. ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ് ഒക്കെ വരാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇൻ്റർവ്യൂ കൂടിയുണ്ട്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ സേനയിൽ ഓഫീസർ ആവാനാണ് പോകുന്നത്. BSc നഴ്സിംഗ് 4 വർഷത്തിന് ശേഷം ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾ ഓഫീസർ ആവാനാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ആ ഓഫീസർ ആവാനുള്ള ക്വാളിറ്റീസ് ഉണ്ടോ, ഇത് പല കാര്യങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമ്മൾ നന്നായിട്ട് ഇതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇത് ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷൻ ആണ്. സോ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നീറ്റ് UG 2026 സ്കോർ, അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ് സ്കോർ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് നിങ്ങളെ മെറിറ്റ് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഏതൊക്കെ കോളേജസിലാണ് പഠിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ കൊൽക്കത്ത. കൊൽക്കത്തയിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ്, കോളേജ് ഓഫ് നഴ്സിംഗ് ഇന്ത്യൻ നേവി ഹോസ്പിറ്റൽ അശ്വിനി മുംബൈ. First one, College of Nursing AFMC Pune. Second one, College of Nursing Commanding Hospital Kolkata. Third one, College of Nursing Indian Navy Hospital Ashwini, okay, Mumbai. And fourth one, College of Nursing AHRR New Delhi. College of Nursing Commanding Hospital Lucknow. College of Nursing Commanding Hospital Air Force Bangalore. So പ്രസ്റ്റീജിയസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇതിൽ AFMC പൂനെ നമുക്കറിയാം, AFMC MBBS ഒക്കെ കിട്ടുന്ന ഒരു കോളേജാണ് AFMC പൂനെ. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജാണ് AFMC പൂനെ. മാത്രമല്ല എല്ലാം ഇപ്പോൾ പറഞ്ഞ 6 മെൻഷൻ ചെയ്തിരിക്കുന്ന 6 കോളേജസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജസാണ്. സോ ഈ ഒരു കോളേജസിൽ നമുക്ക് പഠിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ വലിയൊരു ഭാഗ്യം കൂടിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നോർമലി പ്രൈവറ്റായിട്ട് നഴ്സിംഗ് ചെയ്യുകയാണെങ്കിൽ 10-15 ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ ചിലവാക്കേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജസ്റ്റ് പഠനം മാത്രമല്ല, പഠനത്തിൻ്റെ കൂടെ തന്നെ എല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ, യൂണിഫോം, അലവൻസ്, സ്റ്റേപ്പൻഡ് കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കും. ഓക്കെ, 1 lakhന് മേലെ നിങ്ങൾക്ക് സാലറി, പല ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. മെഡിക്കൽ അലവൻസ് ലഭിക്കും, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സോ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു പ്രസ്റ്റീജിയസ് ആയ കോളേജിൽ പഠിക്കാൻ കിട്ടുക തന്നെ വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. സോ ഇനി നമുക്ക് ഹൗ ടു അപ്ലൈ. ഓക്കെ, സോ അഗെയിൻ വെബ്സൈറ്റ് ഞാൻ ഇടയ്ക്കിടെ പറയുന്നത് നിങ്ങൾ റെഗുലറായിട്ട് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നീറ്റിൻ്റെ റിസൾട്ട്സ് വന്നതിന് ശേഷം എപ്പോഴും വേണമെങ്കിലും പോർട്ടൽ ഓപ്പൺ ആവണമെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ www.joinindianarmy.nic.in വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ദ പോർട്ടൽ വിൽ ബി ആക്സെപ്റ്റഡ് ആഫ്റ്റർ ദി ഡിക്ലറേഷൻ ഓഫ് നീറ്റ് UG 2026 റിസൾട്ട്സ്. ഓക്കെ, സോ നീറ്റ് റിസൾട്ട്സ് ശേഷം എപ്പോഴും വേണമെങ്കിൽ ഈ പോർട്ടൽ ഓപ്പൺ ആവാം. സോ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിനൊരു ഫീസ് ഉണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഒരു ഫീസ് ഉണ്ട്. ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് SC/ST കുട്ടികൾ ഒഴിച്ചിട്ട് വിൽ ഹാവ് ടു പേ എ സം ഓഫ് 200 rupees. നിങ്ങൾ 200 rupees പേ ചെയ്യണം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് ഭദ്രമായി സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ ഫെർദർ പ്രൊസീഡിങ്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ആവശ്യമുണ്ടാകും. ഓക്കെ, സോ നിങ്ങൾ candidates are requested to visit Join Indian Army website regularly for updates. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ MNSന് ആസ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഞങ്ങളുടെ MNSൻ്റെ സൂപ്പർ 50 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ MNSന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നീറ്റിന് സ്കോർ നമുക്ക് കമ്പൽസറിയാണ്. സോ ആ നീറ്റ് സ്കോർ നിങ്ങൾ നിങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക. സോ നിങ്ങളുടെ പേഴ്സണലൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. MNSൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്, താഴെ കൊടുത്തിട്ടുള്ള നമ്പർ. സോ അതുപോലെ തന്നെ MNSനെ കുറിച്ചുള്ള വെബിനാർസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആപ്ലിക്കേഷൻ പോർട്ടൽ എപ്പോൾ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യും. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും. ആൻഡ് MNSനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും, ഇനിയിപ്പോൾ വരാൻ പോകുന്ന സ്ക്രീനിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും, ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. സോ കീപ് വാച്ചിങ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.